നമസ്കാരം. ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച് അമേരിക്ക. ഈ ഹീനമായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് വേണ്ടി അനുശോചനം രേഖപ്പെടുത്തുകയും പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവായ ടാമി ബ്രൂസ് അറിയിച്ചു. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രസിഡന്റ് ട്രംപും സെക്രട്ടറി റൂബിയോയും നേരത്തെ തന്നെ ഇന്ത്യക്കൊപ്പം നിലകൊള്ളുമെന്നും എല്ലാ ഭീകരപ്രവർത്തനങ്ങളെയും എതിർക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണോ എന്ന ചോദ്യത്തിനും ഇന്ത്യ പാക് സംഘർഷം ലഘൂകരിക്കുന്നതിൽ അമേരിക്കയുടെ പങ്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന ചോദ്യത്തിനും ബ്രൂസ വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും കശ്മീരിന്റെ അവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ പ്രത്യേക അഭിപ്രായമൊന്നുമില്ല എന്നും അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ട്രംപ് മുൻപ് ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറായതിനെക്കുറിച്ചുള്ള ചോദ്യത്തിനും അവർ വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനെതിരെയുള്ള കടുത്ത നടപടികൾക്ക് വേഗം കൂട്ടിയിരിക്കുകയാണ് ഇന്ത്യ. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് പാകിസ്ഥാനെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ തുടർച്ചയായ അതിർത്തി കടന്നുള്ള ഭീകരവാദമാണ് കരാറിൽ നിന്നുള്ള പിന്മാറ്റത്തിന് കാരണമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ആക്രമണവുമായി ബന്ധപ്പെട്ട മതസ്പർദ്ധ വളർത്തുന്ന സാമൂഹിക മാധ്യമ പോസ്റ്റുകൾ നീക്കം ചെയ്യാനും കേന്ദ്ര സർക്കാർ നടപടി ആരംഭിച്ചിട്ടുണ്ട്. പഹൽഗാമിലെ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയുടെ നയതന്ത്ര മറുപടിക്ക് പ്രതികാര നടപടികളുമായി പാകിസ്ഥാനും രംഗത്തെത്തിയിരുന്നു. ഇന്ത്യയിലേക്കുള്ള വ്യോമപാതകൾ ഉടൻ അടയ്ക്കാനും ഷിംല കരാർ മരവിപ്പിക്കാനുമാണ് പാകിസ്ഥാന്റെ തീരുമാനം. സാർക്ക് വീസ ഇളവ് പദ്ധതി പ്രകാരം ഇന്ത്യക്കാർക്ക് അനുവദിച്ച എല്ലാ വീസകളും അസാധുവാക്കിയ പാകിസ്ഥാൻ സിഖ് തീർത്ഥാടകർ ഒഴികെയുള്ളവരെല്ലാം 48 മണിക്കൂറിനകം രാജ്യം വിട്ടു പോകാനും നിർദ്ദേശം ഉണ്ട്. പാകിസ്ഥാനിലുള്ള ഇന്ത്യൻ പൗരന്മാർ 30-നകം അതിർത്തി കടന്നിരിക്കണം. ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ സുരക്ഷ പിൻവലിച്ച നടപടിക്ക് പിന്നാലെയാണ് പാകിസ്ഥാൻ നീക്കങ്ങൾ ആരംഭിച്ചത്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച വിവരം കേന്ദ്ര ജലശക്തി മന്ത്രാലയം പാകിസ്ഥാൻ ജലവിഭവ മന്ത്രാലയത്തിന് കത്തിലൂടെയായിരുന്നു അറിയിപ്പ് നൽകിയിരുന്നത്. ഇതോടെ 65 വർഷമായി നിലനിന്നിരുന്ന ജലവിതരണ സംവിധാനമാണ് ഇന്ത്യ നിർത്തലാക്കുന്നത്. അമർനാഥ് യാത്രയോട് അനുബന്ധിച്ച് ജൂൺ മാസത്തിൽ തുറക്കേണ്ട ബൈസരൻ വാലി ഏപ്രിലിൽ തുറന്നത് സുരക്ഷാ സേനയുടെ അറിവോടെ അല്ല എന്നും കേന്ദ്ര സർവകക്ഷി യോഗത്തിൽ സമ്മതിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രിമാർ രാഷ്ട്രപതിയെ അറിയിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ ഇന്ത്യൻ പൗരന്മാർക്ക് വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശവും നൽകി കഴിഞ്ഞു. വരും മണിക്കൂറുകളിൽ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി അനന്ത്നാഗിൽ ആക്രമണത്തിനിരയായവരുടെ കുടുംബങ്ങളെ സന്ദർശിക്കുന്നതാണ്.